പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ് നമുക്കൊപ്പമുള്ളത്. MP ഇപ്പോൾ BJPയുടെ ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി. ഒരു ചോദ്യം വരുന്നത് VK ശ്രീകണ്ഠൻ എവിടെ എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ ചോദ്യം? VK ശ്രീകണ്ഠൻ ജനങ്ങളുടെ കൂടെയാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രചരണ പരിപാടികൾ എന്ന് പറഞ്ഞ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ കഴിഞ്ഞ 5 വർഷവും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ബാക്കി സ്കൂൾ വിദ്യാഭ്യാസ രാഷ്ട്രീയ കാലം തൊട്ടേ ജനങ്ങളോടൊപ്പമാണ്, പൊതുരംഗത്താണ്. ഈ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ എന്ന് വെച്ചാൽ അവർ പുതിയതായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എല്ലായിടത്തും എത്താൻ സമയം വേണ്ടി വരും. അതുപോലെയല്ല ഞാൻ മുഴുവൻ സമയം പ്രചരണത്തിലാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ റിപ്പോർട്ടായിക്കോട്ടെ, ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളായിക്കോട്ടെ, 2019 കൂടുതൽ VK ശ്രീകണ്ഠന് ജനസമ്മതി വർദ്ധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ജനങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. അത് സ്വാഭാവികമാണ്. കാരണം 2019 വരെ ഞാൻ 19 വർഷക്കാലം മുനിസിപ്പൽ കൗൺസിലറായിരുന്നു ഷൊർണൂർ. ഇപ്പോൾ പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. KSU സംസ്ഥാന ഭാരവാഹിയായിരുന്നു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC സെക്രട്ടറി ആയിരുന്നു, DCC പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഒരു 30 വർഷത്തോളം വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തും പാർട്ടിയിലും പൊതുവായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ പബ്ലിക്കിൻ്റെ അടുത്തും എത്തുന്ന ഒരു പ്രചരണമല്ല. കാരണം സ്വാഭാവികമായിട്ടും പാർട്ടി ഒരു പ്ലാറ്റ്ഫോമിലാണ്. ജനപ്രതിയായ ശേഷം അങ്ങനെയല്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഈ എല്ലാ സമൂഹങ്ങളുടെയും ആവശ്യങ്ങൾക്കും അവരുടെ എല്ലാ പരിപാടികൾക്കും കൃത്യമായിട്ട് ഞാൻ എത്താൻ ശ്രമിക്കാറുണ്ട്. അത് മാത്രമല്ല, 5 വർഷക്കാലം കോവിഡ് കാലത്ത് പോലും ഏറ്റവും കൂടുതൽ ജനസമ്പർക്കം നടത്തിയിട്ടുള്ളൊരു ജനപ്രതിയാണ് ഞാൻ. അതിനൊരു സർട്ടിഫിക്കറ്റ് സർക്കാർ തന്നെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്വാറൻറ്റൈൻ തന്നിട്ടുള്ളത് എനിക്കാണ്. അപ്പോൾ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, അന്നത്തെ ദിവസം 14 ദിവസം ആദ്യത്തെ, പിന്നെ 7 ദിവസമാക്കി ചുരുക്കി. അപ്പോൾ കൂടുതൽ സമയം ക്വാറൻറ്റൈൻ കിട്ടാൻ കാരണം വീട്ടിലിരുന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് വിചാരിച്ചിട്ട് കോവിഡ് രോഗികളുടെ ഒപ്പമല്ല, പൊതു ഇടങ്ങളിൽ ഞാൻ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു. എല്ലാ സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പരിപാടിയിൽ ഞാൻ പൂർണ്ണമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഒന്നും ഒഴിവൊഴിവ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മുഴുവൻ സമയവും ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. MP കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് BJPക്ക് സ്വാധീനമില്ലാത്തൊരു മേഖലയായിരുന്നു ഷൊർണൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ BJP അവകാശവാദം ഉന്നയിക്കുന്നത് ഷൊർണൂരും അതുപോലെ തന്നെ ഒറ്റപ്പാലം മേഖലയെല്ലാം അവർക്ക് സ്വാധീനം വർദ്ധിപ്പിച്ചു എന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് അതൊക്കെ അവരുടെ അവകാശവാദമല്ലേ. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം. ചില അസംബ്ലി തെരഞ്ഞെടുപ്പ്, ചില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെട്ട ഒരു വിജയമോ ഒരു മുന്നേറ്റമോ ഉണ്ടായതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ല. മാത്രമല്ല, BJPക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റവും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ടാകില്ല. ഇവർ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയാണ്. പ്രസ്റ്റീജ് സീറ്റാണ്, A+ ആണ് എന്നൊക്കെ. ഇതൊക്കെ അവർ ഫണ്ട് കൊടുക്കുന്നതിനും സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിനുമുള്ള പ്രസ്റ്റീജസേ ഉള്ളൂ. പാലക്കാട് ആരുമായിട്ടാണ് മത്സരം? ഉറപ്പല്ലേ, LDFും UDFും തമ്മിലാണല്ലോ മത്സരം. ഈ 2019 വലിയൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടം വിജയം കണ്ടു. 11,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി മണ്ഡലം UDFിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു. ഇത്തവണ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. കാരണം എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 23 വർഷം ഞാൻ ജനപ്രതിയാവുന്നതിനും മുമ്പ് 23 വർഷം LDFിൻ്റെ ജനപ്രതികളായിരുന്നു. അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, അവരുടെ മണ്ഡലത്തിലെ ഇടപെടൽ എങ്ങനെയായിരുന്നു, ഈ 5 വർഷക്കാലം ഇപ്പോഴത്തെ UDFിൻ്റെ MP ആയ എൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, ജനം വിലയിരുത്തിയാൽ 100% എൻ്റെ ഭൂരിപക്ഷം എത്രയോ ഇരട്ടിയാവും. ന്യൂനപക്ഷം മാത്രമല്ല, മണ്ഡലത്തിലെ എല്ലാ ആളുകളും MPക്ക് കൂടെ ഇത്തവണ ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഇവിടെ ജനങ്ങളിൽ ഒരു കാര്യമുണ്ട്, ഒരു മതേതര നിലപാട് വ്യക്തമായിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും ജില്ലയാണ്. അവർക്കങ്ങനെ ജാതി മത വേർതിരിവൊന്നുമില്ല. എല്ലാത്തരം ആഘോഷങ്ങളുണ്ട്. അത് ഹിന്ദു എന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല, ക്രിസ്ത്യാനിയെന്നോ എല്ലാ ആഘോഷങ്ങളിലും എല്ലാവരും പങ്കെടുക്കും. അപ്പോൾ ഒരു മതേതര മനസ്സാണ് ഇവിടെ. ഭൂരിപക്ഷം ന്യൂനപക്ഷമൊന്നുമില്ല. ജനപ്രതിനിധി എങ്ങനെയാണ് ആ വിലയിരുത്തലാണ് ഇവിടെ. അതിൽ ജാതി മതമൊന്നും വിഷയമല്ല, മറ്റുള്ളിടങ്ങളെ പോലെയല്ല. MPയുടെ ഒരു സുഹൃത്തായും അതുപോലെ തന്നെ ക്യാമ്പയിന് സന്തത സഹചാരിയുമെല്ലാം ഷാഫി പറമ്പിൽ MLA ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയിരിക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അതായത് അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായ ഇടപെടലില്ലെന്നുള്ളൂ. അസാന്നിധ്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അത് പാർട്ടിക്ക് UDFിന് ഏറെ പ്രയോജനം ചെയ്യും. 13 വർഷം MLA എന്നുള്ള നിലയിൽ അദ്ദേഹം പാലക്കാട് ചെയ്ത സംഭാവന ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യും. അപ്പോൾ ഷാഫി പറമ്പിൽ നിന്നുള്ളൊരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് പുതിയൊരു ഉത്തരവാദിത്തം AICC ഏൽപ്പിച്ചിരിക്കുകയാണ്.
പാലക്കാട് വിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനയുടെ ഇതുവരെയും പാലക്കാട് ജില്ലയായിരുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവും. പക്ഷേ ജനങ്ങൾക്ക്, പാലക്കാട്ടെ ജനങ്ങൾക്ക് ഷാഫി പറമ്പിൽ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനോട് വലിയ തരത്തിലുള്ളൊരു മതിപ്പുണ്ട്. അത് UDF ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും പാലക്കാടും കേരളവും UDF ഉറപ്പിക്കും 100%, 100% ഇത്തവണ. കാരണം കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ നിങ്ങൾ ആലോചിക്കണം. പാവപ്പെട്ട എല്ലാ സാധാരണക്കാരെയും ബാധിക്കുന്ന തരത്തിൽ അവർക്കെതിരായ രീതിയിൽ ഭരണം നടത്തും. അതിൻ്റെ റിസൾട്ട് ഈ 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവും. കേരളത്തിലെ സ്ഥിതി മാറ്റമില്ല. എന്താ, സാമ്പത്തികമായ ഒരു ദുരന്തമാണ് ഗവൺമെൻറ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ മാനേജ്മെൻറ്റ് കാരണം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ 2 ഗവൺമെൻറ്റും എടുത്തു പറയാവുന്നൊരു നേട്ടം ജനങ്ങളുടെ മുമ്പിലില്ല. രാഷ്ട്രീയ വിവാദങ്ങളും അഴിമതിയും ധൂർത്തും വർഗീയതയല്ലാതെ വേറൊന്നും ചർച്ച ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്ര മുംബൈയിൽ സമാപിച്ചപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, ലക്ഷക്കണക്കിന് പേരാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഹിന്ദി മേഖലയിൽ ജാഥയില്ല, അതുപോലെ BJPക്ക് സ്വാധീനമുള്ളിടത്ത് ജാഥയില്ല. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയത്. സൗത്ത് ഇന്ത്യയിൽ കിട്ടിയതിനേക്കാളും വലിയ സ്വീകരണമാണ് നോർത്ത് ഇന്ത്യയിൽ കിട്ടിയത്, ഹിന്ദി ബെൽറ്റ് കിട്ടിയത്, BJPയുടെ ശക്തി കേന്ദ്രത്തിൽ കിട്ടിയത്. അപ്പോൾ അതെല്ലാം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് കാറ്റ് വീശുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏതായാലും വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ UDF MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോൺഗ്രസ് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് VK ശ്രീകണ്ഠൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിനു CK റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.